നമസ്കാരം. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു തനി നാടൻ കറി തന്നെയാണ്. ചെമ്മീനും കൂർക്കയും കൂടെ വറുത്തരച്ചാണെന്ന് കറി വെക്കുന്നത്. ഇതും അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ കൂർക്കയിട്ട് വറുത്തരച്ച കറി. അതിലേക്ക് ചെമ്മീൻ തൊണ്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് 250 ഗ്രാം. ഇതിലേക്കുള്ള കൂർക്ക നന്നാക്കി കഴുകിയെടുത്തത് 1/2 കിലോ. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കടുക്, 2 ചെറിയ ഉള്ളി, 2 വറ്റൽ മുളക്, 4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, വേപ്പില, ഉപ്പ്, 1 ചെറിയ കഷ്ണം കുടംപുളി, വെളിച്ചെണ്ണ. തേങ്ങ വറുത്തരയ്ക്കാനുള്ള ചേരുവകൾ: 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞത്, 10-15 കുരുമുളക്, ഇത്തിരി വേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഒരു വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറിയ തീയിലിട്ട് വറുക്കണം. തേങ്ങ ഒരുമാതിരി നല്ലോണം മൊരിച്ചെടുക്കണം. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി വേറെ ചൂടാക്കി കഷ്ണത്തിലിട്ട് വേവിക്കണം. വറുത്തത് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇത് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചൂടാക്കി എടുക്കാം. അതിന് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അതിന് കരിയരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം. ഇനി ചട്ടി അടപ്പത്ത് വെച്ച് കറി ശരിയാക്കാം. ചെമ്മീൻ ഇട്ട് വെക്കാം. ചെമ്മീൻ ചെറിയ ചെമ്മീനായതുകൊണ്ട് വേവ് കുറവാണ്. അപ്പം കൂർക്ക ഒരുമിച്ചിടാം. ഇതിലേക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ലോണം തിളച്ചിട്ട് തീ സിമ്മിലിടണം. ഇനി ഇത് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്.
പച്ചമുളക് ഇഞ്ചി ഇട്ടപ്പോൾ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി, അതാണ് ഇട്ടത്. തീ കുറച്ചിട്ടേക്കാൻ ഇനി നല്ലോണം വേവട്ടെ. മൂടി വയ്ക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. കൂർക്ക വെന്തിട്ടില്ല, ഒരു 10 മിനിറ്റും കൂടി വേവണം. 1.5 മണിക്കൂർ വേണം ഈ കറി ശരിയാവാൻ. ഇത് മൂടി വയ്ക്കാം. നമുക്ക് തുറന്ന് കൂർക്ക വെന്തോന്ന് നോക്കാം. കൂർക്ക ഒന്നും കൂടി വേവാനുണ്ട്. ഇനി നമുക്ക് പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒന്നുകൂടി തിളക്കട്ടെ. ഒന്ന് തുറന്ന് കറി വെന്തോന്ന് നോക്കാം. കൂർക്കയും ചെമ്മീനും നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കൂർക്കയുടെ സീസണല്ല, അത് കാരണം ഈ കൂർക്ക നല്ല വേവുണ്ട്. ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും. ഇനി ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഈ മൺചട്ടിയിൽ കറി ആയതുകൊണ്ട് ഇതിൻ്റെ ചാറ് വേഗം പറ്റും. അപ്പോൾ ഇത്തിരി വെള്ളം നീട്ടിയെടുക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ചാൽ കറി ഇറക്കാം. ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. കൂർക്കയും ചെമ്മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തിടാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ലോണം തിളച്ചിട്ട് കടുകിടാം. ഉള്ളി, വറ്റൽമുളക്, വേപ്പില. ഉള്ളി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പലർക്കും അറിയുന്നൊരു കറി തന്നെ ആയിരിക്കും ഇത്. ഇനി അഥവാ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണും കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾന്ന് ഓപ്ഷൻ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.